തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ആരും അറിയാതെ ഗ്രഹനാഥനെ സ്ലാബിട്ട് മൂടി സമാധിയായെന്ന് പോസ്റ്റർ പതിപ്പിച്ച് മക്കൾ. മരണത്തിൽ ദുരൂഹത എന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയതോടെ പോലീസ് സ്ഥലത്തെത്തി. ആറാലുമൂട് സ്വദേശി 78 വയസ്സുള്ള ഗോപൻ സ്വാമി സമാധിയായി എന്നും അത് പരസ്യമാക്കാൻ പാടില്ലെന്നും ഭാര്യയും മക്കളും ആരോപിച്ചു. വ്യാഴാഴ്ച രാവിലെ 10-നാണ് ഗോപൻ സ്വാമി മരിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടുന്ന് രാവിലെ ഞാൻ കടവറക്കാണ്ട് പേപ്പറാണ് ഒരു ഫ്ലക്സ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത്, പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് ഇങ്ങനെ സമാധിയായിരുന്നു. പക്ഷേ ഇതിൽ ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട്, എന്താണെന്ന് ഒരു പിടിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയൽവൊക്കെ കറന്നുണ്ട്, ഇവിടെ ചുറ്റും തൊട്ടടുത്ത് വീടുണ്ട്, മുകളിൽ വീടുണ്ട്, ആരെങ്കിലും ഒരാളറിയിക്കാം. പക്ഷേ ആരും ഇതുവരെ അറിയിച്ചിട്ടില്ല. എന്താണ് സംഭവം ഏതാണെന്ന് അറിയാം. 2 മക്കളും ചേർന്ന് ബന്ധുക്കളെയോ നാട്ടുകാരെയോ അറിയിക്കാതെ സമാധി എന്ന് വരുത്തി തീർത്ത് മണ്ഡപം കെട്ടി പീഠത്തിലിരുത്തി സ്ലാബിട്ട് മൂടിയെന്നും നാട്ടുകാർ ആരോപിച്ചു. മക്കൾ 2 പേരും ചേർന്നാണ് സമാധി ഇരുത്തിയത്. തുടർന്ന് ഗോപൻ സ്വാമി സമാധി എന്ന പോസ്റ്റർ പതിപ്പിക്കുകയും ചെയ്തു. പോസ്റ്റർ കണ്ടാണ് വിവരം നാട്ടുകാരും പുറം ലോകവും അറിയുന്നത്. ഇന്നലെ രാവിലെ 10:30 മണിയോടുകൂടി ഞാൻ മരണത്തിലേക്ക് കടക്കുകയാണ്, എന്നെ അടിയന്തരമായി സമാധി ഇരുത്തണമെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛനെ കോവിൽ കയറി തൊഴുത് അച്ഛൻ അവിടെ പോയി ഇരുന്നതിന് ശേഷമാണ് അച്ഛൻ മരണപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അച്ഛൻ താൻ സമാധിയാകാൻ പോകുന്നുവെന്നും പീഠത്തിനരികിൽ പത്മാസനത്തിൽ ഇരുന്നുവെന്നും മക്കൾ പറയുന്നു. വീട്ടിനു മുന്നിലാണ് സ്വാമിയെ സമാധി ഇരുത്തി സ്ലാബിട്ട് മൂടിയിരിക്കുന്നത്. സമാധിയിലായ വ്യക്തിയെ അടക്കം ചെയ്യുന്ന വിവരം ആരെയും അറിയിക്കാൻ പാടില്ലെന്നും മണിക്കൂറുകൾ നീണ്ട പൂജാകർമ്മങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് പുറം ലോകത്തെ അറിയിക്കാത്തതെന്നും മക്കൾ പറയുന്നു. സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയും മണ്ഡപത്തിൽ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു.